ഇന്ന് രാവിലെ കഴിക്കാൻ പാൽക്കൊഴുക്കട്ട വേണമെന്ന് തുമ്പൂസ് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ഇടിയപ്പത്തിൻ്റെ രീതിയിൽ അരിപ്പൊടി എടുത്ത് ഇതുപോലെ കുഴച്ചിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ ആ രീതിക്ക് നമ്മൾ കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്ത് നമ്മൾ കുഴച്ചെടുത്ത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ചെറിയ ബൗൾസുകളാക്കി ഇതുപോലെ നല്ലതുപോലെ ഉരുട്ടി മാറ്റി വെക്കണം കേട്ടോ. ഇതുപോലെ ഒരു ബൗൾസുകൾ. എന്നിട്ട് നമ്മളൊരു പാത്രം എടുത്ത് വെള്ളം തിളയ്ക്കുമ്പോഴത്തേനും നമ്മൾ ഇതുപോലെ ബൗൾസുകൾ ഇതുപോലെ ഓരോന്ന് ഇട്ട് കൊടുക്കുക. മിക്സ് ആയി പോരുത് കേട്ടോ, ഉടഞ്ഞു പോരുത്. പിന്നെ നമ്മൾ കുറച്ച് അരിപ്പൊടി എടുത്ത് പാലൂടെ ചേർത്ത് മിക്സ് ചെയ്ത് അത് നല്ലോണം തിളയ്ക്കുമ്പോൾ നമ്മളിത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഇങ്ങനെ കുറുകി കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ജീരകവും കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് പഞ്ചസാരയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പാൽക്കൊഴുക്കട്ട റെഡി ആയിട്ടോ. തുമ്പൂസിന് ലഞ്ചിന് ഇന്ന് ക്യാരറ്റ് മെഴുക്കുവരട്ടിയായിരുന്നു. നമ്മൾ ചിക്കനോ ഫിഷോ വറുത്ത എണ്ണയിൽ ഇതുപോലെ മെഴുക്കുവരട്ടി ഉണ്ടാക്കി എടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ തുമ്പൂസിന് രാവിലെ സ്നാക്സിന് ഇതുപോലെ KFCയുടെ ചിക്കനായിരുന്നു കേട്ടോ, ഞാൻ ഉണ്ടാക്കിയതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഇടാം. തുമ്പൂസിനെ രാവിലെ പാൽക്കൊഴുക്കട്ടൊക്കെ കഴിച്ച് തന്നെ പെട്ടെന്ന് തന്നെ റെഡിയായി നിന്നു. അപ്പോൾ തന്നെ തുമ്പൂസിൻ്റെ സ്കൂൾ ബസ് വന്ന് തുമ്പൂസ് കയറിപ്പോയി കേട്ടോ. തുമ്പൂസ് ലഞ്ച് ബോക്സ് ഞാൻ കൊണ്ടുപോയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഞാനത് തയ്യാറാക്കി എടുത്തു. പിന്നെ കുറച്ച് പാൽക്കൊഴുക്കട്ടം കഴിച്ചിട്ട് ഞാൻ തുമ്പൂസിൻ്റെ സ്കൂളിലോട്ട് ലഞ്ച് ബോക്സ് കൊടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ രാവിലത്തെ വിശേഷം ഇത്രയൊക്കെയുള്ള കേട്ടോ. ടാറ്റാ ബൈ.